ഇന്ന് ദിവസം 222. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 65, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 23-24, സുഭാഷിതങ്ങൾ അധ്യായം 13, വാക്യം 21 മുതൽ 25 വരെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 65. ധിക്കാരികൾക്ക് ശിക്ഷ. എന്നോട് ആരായാത്തവർക്ക് ഉത്തരം നൽകാനും എന്നെ തേടാത്തവർക്ക് ദർശനമരുളാനും ഞാൻ തയ്യാറായിരുന്നു. എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനതയോട് ഇതാ ഞാനെന്ന് പറഞ്ഞു. സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് വഴിതെറ്റി നടക്കുന്ന കലഹപ്രിയരായ ഒരു ജനത്തിനു നേരെ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കൈകൾ വിരിച്ചു പിടിച്ചു. ഉദ്യാനങ്ങളിൽ ബലിയർപ്പിക്കുകയും ഇഷ്ടികകൾ മേൽ ധൂപാർപ്പണം നടത്തുകയും ചെയ്തുകൊണ്ട് എൻ്റെ മുഖത്തു നോക്കി എപ്പോഴും എന്നെ പ്രകോപിപ്പിക്കുന്ന ഒരു ജനത്തിനു നേരെ തന്നെ. അവർ ശവകുടീരങ്ങളിലിരിക്കുന്നു, രഹസ്യസ്ഥലങ്ങളിൽ രാത്രി ചെലവഴിക്കുന്നു, പന്നിയിറച്ചി ഭക്ഷിക്കുന്നു, നിന്ദ്യമായവിടെ സത്ത് ചെയ്യുന്നു. അവിടെ തന്നെ നിൽക്കുക, എൻ്റെ അടുക്കൽ വരരുത്, ഞാൻ വിശുദ്ധനാണെന്ന് അവർ പറയുന്നു. അവർ എൻ്റെ നാസികയിൽ പുകയാണ്, ദിവസം മുഴുവൻ എരിയുന്ന തീയാണ്. ഇതാ എല്ലാറ്റിൻ്റെയും രേഖ എൻ്റെ മുൻപിലുണ്ട്, ഞാൻ നിശബ്ദനായിരിക്കുകയില്ല, പ്രതികാരം ചെയ്യും. അവരുടെയും അവരുടെ പിതാക്കന്മാരുടെയും തിന്മകൾക്ക് അവരുടെ മടിയിലേക്ക് തന്നെ ഞാൻ പ്രതികാരം ചെയ്യും. കർത്താവ് അരുൾ ചെയ്യുന്നു, അവർ മലമുകളിൽ ധൂപമർപ്പിക്കുകയും കുന്നുകളിൽ എന്നെ നിന്ദിക്കുകയും ചെയ്തു. അവരുടെ പഴയ പ്രവൃത്തിക്കുള്ള ശിക്ഷ അവരുടെ മടിയിൽ തന്നെ ഞാൻ അളന്നു നൽകും. കർത്താവ് അരുൾ ചെയ്യുന്നു, മുന്തിരിക്കൊലയിൽ വീഞ്ഞു കാണുമ്പോൾ അത് നശിപ്പിക്കരുത്. അതിലൊരു വരമുണ്ടെന്ന് പറയുന്നത് പോലെ എൻ്റെ ദാസർക്ക് വേണ്ടി ഞാനും പ്രവർത്തിക്കും. അവരെ എല്ലാവരെയും ഞാൻ നശിപ്പിക്കുകയില്ല. യാക്കോബിൽ നിന്ന് സന്തതികളെയും യൂദായിൽ നിന്ന് എൻ്റെ മലകളുടെ അവകാശികളെയും ഞാൻ പുറപ്പെടുവിക്കും. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് കൈവശപ്പെടുത്തും. എൻ്റെ ദാസർ അവിടെ വസിക്കും. എന്നെ അന്വേഷിച്ച എൻ്റെ ജനത്തിൻ്റെ ആട്ടിൻപറ്റങ്ങൾക്ക് ഷാരോൻ മേച്ചിൽപ്പുറവും കന്നുകാലികൾക്ക് ആഗോർ താഴ്വരയും വിശ്രമകേന്ദ്രങ്ങളായിരിക്കും. എന്നാൽ നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിക്കുകയും എൻ്റെ വിശുദ്ധഗിരിയെ മറക്കുകയും ഭാഗ്യദേവനെ പീഠമൊരുക്കുകയും വിധിയുടെ ദേവന് വീഞ്ഞു കലർത്തി പാനപാത്രം നിറയ്ക്കുകയും ചെയ്തു. ഞാൻ നിങ്ങളെ വാളിനേൽപ്പിക്കും. കൊലയ്ക്ക് തല കുനിച്ചു കൊടുക്കാൻ നിങ്ങൾക്കിടവരും. കാരണം ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വിളി കേട്ടില്ല, ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ ശ്രവിച്ചില്ല. എൻ്റെ ദൃഷ്ടിയിൽ തിന്മയായത് നിങ്ങൾ പ്രവർത്തിച്ചു, എനിക്കനിഷ്ടമായത് നിങ്ങൾ തിരഞ്ഞെടുത്തു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ദാസർ ഭക്ഷിക്കും, നിങ്ങൾ വിശന്നു പൊരിയും. എൻ്റെ ദാസർ പാനം ചെയ്യും, നിങ്ങൾ തൃഷ്ണാർത്തരാകും. എൻ്റെ ദാസർ സന്തോഷിച്ചുല്ലസിക്കും, നിങ്ങൾ നിന്ദനമേൽക്കും. എൻ്റെ ദാസർ ആനന്ദഗീതം ആലപിക്കും, നിങ്ങൾ ദുഃഖം കൊണ്ട് നിലവിളിക്കുകയും മനോവ്യത കൊണ്ട് വിലപിക്കുകയും ചെയ്യും. ഞാൻ തിരഞ്ഞെടുത്തവർ നിങ്ങളുടെ നാമം ശപിക്കാൻ ഉപയോഗിക്കും. ദൈവമായ കർത്താവ് നിങ്ങളെ വധിക്കും. തൻ്റെ ദാസർക്ക് അവിടുന്ന് മറ്റൊരു പേര് നൽകും. ഭൂമിയിൽ അനുഗ്രഹം യാചിക്കുന്നവൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കും. ശപഥം ചെയ്യുന്നവൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ അത് ചെയ്യും. മുൻകാല ക്ലേശങ്ങൾ ഞാൻ മറന്നിരിക്കുന്നു, അവ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇതാ ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല. ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവേൻ. ജെറുസലേമിനെ ഒരാനന്ദമായും അവളുടെ ജനത്തെ ആഹ്ലാദമായും ഞാൻ സൃഷ്ടിക്കുന്നു. ജെറുസലേമിനെ കുറിച്ച് ഞാൻ ആനന്ദിക്കും, എൻ്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും. വിലാപസ്വരമോ കഠിനവേദനയുടെ നിലവിളിയോ ഇനി അവിടെ കേൾക്കുകയില്ല. ശിശുക്കളോ ആയുസ് തികയാത്ത വൃദ്ധരോ ഇനി അവിടെ മരിക്കുകയില്ല. 100-ാം വയസ്സിൽ മരിച്ചാൽ അത് ശിശുമരണമായി കണക്കാക്കും. 100 തികയുന്നതിന് മുമ്പുള്ള മരണം ശാപലക്ഷണമായി പരിഗണിക്കും. അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും, മുന്തിരിത്തോട്ടങ്ങൾ വച്ച് പിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും. അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല. അവർ നടുന്നതിൻ്റെ ഫലം അപരൻ ഭുജിക്കുകയില്ല. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയായിരിക്കും. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘകാലം തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കും. അവരുടെ അധ്വാനം വെറുതാവുകയില്ല. അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല. അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും. അവരുടെ സന്തതികളും അവരോടൊപ്പം അനുഗ്രഹീതരാകും. വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാൻ അത് കേൾക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും. പാമ്പിൻ്റെ ആഹാരം പൊടിയായിരിക്കും. എൻ്റെ വിശുദ്ധഗിരിയിൽ ഒരിടത്തും അവ ഉപദ്രവമോ നാശമോ ചെയ്യുകയില്ല. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 23. 2 സഹോദരികൾ.
എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, മനുഷ്യപുത്ര, ഒരമ്മയ്ക്ക് 2 പുത്രിമാരുണ്ടായിരുന്നു. അവർ ഈജിപ്തിൽ വെച്ച് തങ്ങളുടെ യൗവനത്തിൽ വ്യഭിചാര വൃത്തിയിലേർപ്പെട്ടു. അവിടെ വെച്ച് അവരുടെ പയോദരങ്ങൾ അമർത്തപ്പെട്ടു. കന്യകകളായിരുന്ന അവരുടെ മാറിടം സ്പർശിക്കപ്പെട്ടു. മൂത്തവളുടെ പേര് ഒഹോല എന്നും ഇളയവളുടെ പേര് ഒഹോലിബ എന്നുമായിരുന്നു. അവർ എൻ്റേതായി. അവർക്ക് പുത്രന്മാരും പുത്രിമാരും ജനിച്ചു. അവരിൽ ഒഹോല സമരിയായെയും ഒഹോലിബ ജെറുസലേമിനെയും സൂചിപ്പിക്കുന്നു. ഒഹോല എൻ്റേതായിരുന്നപ്പോൾ വ്യഭിചാരം ചെയ്തു. അവൾ അസീറിയക്കാരായ തൻ്റെ കാമുകന്മാരിൽ അഭിലാഷം പൂണ്ടു. നീലവസ്ത്രധാരികളായ യോദ്ധാക്കളും ദേശാധിപതികളും സേനാപതികളും ആയ അവർ അഭികാമ്യരും അശ്വരൂഢന്മാരായ യുവാക്കന്മാരായിരുന്നു. അസീറിയയിലെ പ്രമുഖന്മാരായ അവരോടുകൂടെ അവൾ ശയിച്ചു. താൻ മോഹിച്ച എല്ലാവരുടെയും ബിംബങ്ങളാൽ അവൾ തന്നെ തന്നെ മലിനയാക്കി. ഈജിപ്തിൽ വെച്ച് പരിശീലിച്ച വ്യഭിചാരവൃത്തി അവൾ ഉപേക്ഷിച്ചില്ല. അവർ അവളുടെ യൗവനത്തിൽ അവളോടൊപ്പം ശയിച്ചു. കന്യകയായ അവളുടെ പയോദരങ്ങൾ അമർത്തി. അവർ തങ്ങളുടെ വിഷയാസക്തി അവളിൽ ചുരിഞ്ഞു. ആകയാൽ അവൾ അത്യന്തം മോഹിച്ച അവളുടെ കാമുകന്മാരായ അസീറിയക്കാരുടെ കരങ്ങളിൽ അവളെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവളുടെ നഗ്നത അനാവരണം ചെയ്തു. അവർ അവളുടെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിച്ചെടുക്കുകയും അവളെ വാൾനിരയാക്കുകയും ചെയ്തു. ന്യായവിധി അവളുടെ മേൽ നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അവൾ സ്ത്രീകളുടെ ഇടയിൽ ഒരു പഴമൊഴിയായി മാറി. അവളുടെ സഹോദരി ഒഹോലിബ ഇത് കണ്ടു. എന്നിട്ടും വിഷയാസക്തിയിലും വ്യഭിചാരത്തിലും തൻ്റെ സഹോദരിയേക്കാൾ വഷളയായിരുന്നു അവൾ. അസീറിയക്കാരെ അവളും അത്യന്തം മോഹിച്ചു. സ്ഥാനപതികൾ, സേനാപതികൾ, പടക്കോപ്പണിഞ്ഞ യോദ്ധാക്കർ, അശ്വരൂഢരായ യോദ്ധാക്കൾ എന്നിങ്ങനെ ആരും ആഗ്രഹിക്കുന്ന യുവത്തിടമ്പുകളെ അവൾ മോഹിച്ചു. അവൾ അശുദ്ധിയായി എന്ന് ഞാൻ കണ്ടു. അവർ ഇരുവരും ഒരേ മാർഗമാണ് സ്വീകരിച്ചത്. എന്നാൽ ഇവൾ തൻ്റെ വ്യഭിചാരവൃത്തി ഒന്നുകൂടി വിപുലമാക്കി. ചുവരുകളിൽ സിന്ദൂരം കൊണ്ട് വരച്ച് കൽദായ പുരുഷന്മാരുടെ ചിത്രങ്ങൾ അവൾ കണ്ടു. അരപ്പട്ട കൊണ്ട് അരമുറുക്കി തലയിൽ വർണ്ണശബളമായ തലപ്പാവ് ചുറ്റി കൽദായ നാട്ടിൽ ജനിച്ച ബാബിലോണിയക്കാരെ പോലെ കാണപ്പെടുന്ന വീരന്മാരുടെ ചിത്രങ്ങൾ. അവ കണ്ടപ്പോൾ തന്നെ അവൾ അവരെ അത്യന്തം മോഹിച്ചു. അവൾ കൽദായയിൽ അവരുടെ സമീപത്തേക്ക് ദൂതന്മാരെ അയച്ചു. അവളോടൊത്ത് ശയിക്കാൻ ബാബിലോണിയക്കാർ വന്നു. അവർ അവളെ വിഷയാസക്തി കൊണ്ട് മലിനയാക്കി. അതിനുശേഷം അവൾക്ക് അവരോട് വെറുപ്പ് തോന്നി. അവൾ പരസ്യമായി വ്യഭിചാരം ചെയ്യുകയും നഗ്നത തുറന്നു കാട്ടുകയും ചെയ്തപ്പോൾ അവളുടെ സഹോദരിയോടെന്ന പോലെ അവളോടും എനിക്ക് വെറുപ്പായി. എന്നിട്ടും ഈജിപ്തിൽ വ്യഭിചാരവൃത്തി നടത്തി യവനകാലത്തെ അനുസ്മരിച്ചുകൊണ്ട് അവൾ കൂടുതൽ കൂടുതൽ വ്യഭിചരിച്ചു. കഴുതകളുടേതുപോലുള്ള ലിംഗവും കുതിരകളുടേതുപോലുള്ള ബീജസ്രവണവുമുള്ള തൻ്റെ ജാരന്മാരെ അവൾ അമിതമായി കാമിച്ചു. ഈജിപ്തുകാർ മാറിടത്തിൽ അമർത്തുകയും ഇളം സ്ഥലങ്ങളിൽ ആളിക്കുകയും ചെയ്ത നിന്റെ യൗവനത്തിലെ വിഷയലംബടത്വം നീ കൊതിച്ചു. അതിനാൽ ഒഹോലോബ്യ, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ വെറുത്ത നിന്റെ കാമുകന്മാരെ ഞാൻ നിനക്കെതിരെ ഇളക്കിവിടും. എല്ലാ വശങ്ങളിലും നിന്ന് അവരെ ഞാൻ കൊണ്ടുവരും. ആരും കൊതിക്കുന്ന യുവാക്കളായ സ്ഥാനപതികളും സേനാനായകന്മാരും പ്രഭുക്കന്മാരും അശ്വരൂഢരുമായ ബാബിലോണിയക്കാരെയും കൽദായരെയും പൊക്കേത്, ഷോവ, കോവ എന്നീ ദേശക്കാരെയും എല്ലാ അസീറിയക്കാരെയും ഞാൻ കൊണ്ടുവരും. അവർ ധാരാളം രഥങ്ങളോടും വാഹനങ്ങളോടും കാലാൾപ്പടയോടും കൂടെ വടക്കുനിന്ന് നിനക്കെതിരെ വരും. അവർ കവചവും പരിചയും പടത്തൊപ്പിയും ധരിച്ച് നിനക്കെതിരെ അണിനിരക്കും. ന്യായവിധി ഞാൻ അവരെ ഏൽപ്പിക്കും. അവർ തങ്ങളുടെ ന്യായവിധിക്കനുസരിച്ച് നിന്നെ വിധിക്കും. ഞാൻ എൻ്റെ രോഷം നിന്റെ നേരെ തിരിച്ചുവിടും. അവർ നിന്നോട് ക്രോധത്തോടെ വർത്തിക്കും. അവർ നിന്റെ മൂക്കും ചെവികളും മുറിച്ചുകളയും. നിന്നിൽ അവശേഷിക്കുന്നവർ വാളിനിരയാകും. നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ പിടിച്ചെടുക്കും. അവശേഷിക്കുന്നവർ അഗ്നിക്കിരയാകും. അവർ നിന്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കുകയും അമൂല്യരത്നങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്യും. അങ്ങനെ നിന്റെ ഭോഗാസക്തിക്കും ഈജിപ്തിൽ വെച്ച് നീ ശീലിച്ച വ്യഭിചാരവൃത്തിക്കും ഞാൻ അറുതി വരുത്തും. ഇനി നീ ഈജിപ്തുകാരുടെ നേരെ കണ്ണുതിരിക്കുകയോ അവരെ സ്മരിക്കുകയോ ചെയ്യുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ വെറുക്കുന്നവരുടെ കരങ്ങളിൽ, നീ മനമെടുത്ത് ഉപേക്ഷിച്ചവരുടെ കരങ്ങളിൽ നിന്നെ ഞാൻ ഏൽപ്പിക്കും. അവർ നിന്നോട് വെറുപ്പോടെ പ്രവർത്തിക്കും. നിന്റെ അധ്വാനഫലം അവർ കൊള്ളയടിക്കും. നഗ്നയും അനാവൃതയുമായ നിന്നെ അവർ ഉപേക്ഷിക്കും. അങ്ങനെ നിന്റെ വ്യഭിചാരവൃത്തിയുടെ നഗ്നതയും നിന്റെ ഭോഗാസക്തിയും വേശ്യാവൃത്തിയും അനാവൃതമാകും. നീ ജനതകളോടൊത്ത് വ്യഭിചാരം ചെയ്യുകയും അവരുടെ വിഗ്രഹങ്ങളാൽ മലിനയാക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് ഞാനിവയെല്ലാം നിന്നോട് പ്രവർത്തിക്കുന്നത്. നിന്റെ സഹോദരിയുടെ പാതയിൽ നീ ചരിച്ചു. അതുകൊണ്ട് അവളുടെ പാനപാത്രം ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ സഹോദരിയുടെ കുഴിയും വട്ടവുമുള്ള പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് നീ പരിഹസിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യും. അതിൽ വളരെയേറെ കുടിക്കാനുണ്ട്.
ഭീതിയുടെയും ശൂന്യതയുടെയും പാനപാത്രത്തിൽ നിന്ന്, നിന്റെ സഹോദരിയായ സമരിയായുടെ പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് ഉന്മത്തതയും ദുഃഖവും കൊണ്ട് നീ നിറയും. നീ അത് കുടിച്ചു പറ്റിക്കും. പാത്രമൊടിച്ച് കഷ്ണങ്ങൾ കാർന്നു തിന്നും. നിന്റെ മാറിടം നീ പിച്ചു ചീന്തും. ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നീ എന്നെ വിസ്മരിക്കുകയും പുറന്തള്ളുകയും ചെയ്തതിനാൽ നിന്റെ ഭോഗാസക്തിയുടെയും വ്യഭിചാരത്തിൻ്റെയും ഫലം നീ അനുഭവിക്കും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഒഹോലായെയും ഒഹോലിബായെയും നീ വിധിക്കുകയില്ലേ? എങ്കിൽ അവരുടെ മ്ലേച്ഛതകൾ നീ അവരുടെ മുൻപിൽ തുറന്നു കാട്ടുക. അവർ വ്യഭിചാരം ചെയ്തു. അവരുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. അവരുടെ വിഗ്രഹങ്ങളുമായി അവർ പരസംഗം ചെയ്തു. എനിക്ക് അവരിൽ ജനിച്ച പുത്രന്മാരെ അവയ്ക്ക് ഭക്ഷണമായി അഗ്നിയിൽ ഹോമിച്ചു. അതിനും പുറമെ ഇതുകൂടി അവർ എന്നോട് ചെയ്തു. അന്ന് തന്നെ അവർ എൻ്റെ വിശുദ്ധ സ്ഥലം മലിനമാക്കുകയും എൻ്റെ സാപത്തുകൾ അശുദ്ധമാക്കുകയും ചെയ്തു. വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ കുട്ടികളെ വധിച്ച ദിവസം തന്നെ അവർ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് അത് മലിനപ്പെടുത്തി. ഇതാണ് അവർ എൻ്റെ ഭവനത്തിൽ ചെയ്തത്. കൂടാതെ വിദൂരത്തു നിന്ന് അവർ ദൂതനെ അയച്ച് പുരുഷന്മാരെ വരുത്തി. അവർക്ക് വേണ്ടി നീ കുളിച്ച് കണ്ണെഴുതി ആഭരണങ്ങൾ അണിഞ്ഞു. രാജകീയമായ ഒരു സപ്രപഞ്ചത്തിൽ നീ ഇരുന്നു. അതിനരികിൽ ഒരു മേശയൊരുക്കി എൻ്റെ സുഗന്ധ വസ്തുക്കളും തൈലവും വെച്ചു. സുഖലോലുപരായ ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നു. വിജനപ്രദേശത്ത് നിന്ന് വരുത്തിയ മദ്യപന്മാരും സാധാരണക്കാരോടൊപ്പമുണ്ടായിരുന്ന അവർ സ്ത്രീകളെ കയ്യിൽ വളയണിയിച്ച് ശിരസിൽ മനോഹരമായ കിരീടം ധരിപ്പിച്ചു. ഞാൻ ചിന്തിച്ചുപോയി, വ്യഭിചാരവൃത്തി കൊണ്ട് വൃദ്ധിയായ സ്ത്രീ, അവളുമായി അവർ പരസംഗത്തിൽ ഏർപ്പെടുമോ? എന്നാൽ ഒരു വേശ്യ എന്ന പോലെ അവളെ അവർ സമീപിച്ചു. ഇങ്ങനെ വ്യഭിചാരിണികളായ ഒഹോലായെയും ഒഹോലിബായെയും അവർ സമീപിച്ചു. വേശ്യകളെയും രക്തം ചിന്ത സ്ത്രീകളെയും വിധിക്കുന്നത് പോലെ നീതിമാന്മാർ അവരെ വിധിക്കും. കാരണം അവർ വേശ്യകളാണ്, അവരുടെ കരം രക്തപങ്കിലവുമാണ്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അവർക്കെതിരായി ഒരു സൈന്യത്തെ അണിനിരത്തുക. സംഭീതരാക്കാനും കൊള്ളയടിക്കാനും അവരെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. സൈന്യം അവരെ കല്ലെറിയുകയും വാളുകൊണ്ട് ചീന്തിക്കളയുകയും ചെയ്യും. അവർ അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും കൊല്ലുകയും അവരുടെ ഭവനങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്യും. സ്ത്രീകൾ ഇതൊരു മുന്നറിയിപ്പായി കരുതി നിന്നെപ്പോലെ വിഷയാസക്തിക്ക് അധീനരാകാതിരിക്കാൻ ഞാൻ ദേശത്ത് വിഷയാസക്തിക്ക് അറുതി വരുത്തും. വിഷയാസക്തിക്ക് നിങ്ങൾ ശിക്ഷ അനുഭവിക്കും. വിഗ്രഹങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങൾ ശിക്ഷ അനുഭവിക്കും. ഞാനാണ് ദൈവമായ കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 24. ക്ലാവ് പിടിച്ച കലം. 9-ാം വർഷം 10-ാം മാസം 10-ാം ദിവസം കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ ദിവസത്തിൻ്റെ ഇതേ ദിവസത്തിൻ്റെ തന്നെ പേരെഴുതുക. ബാബിലോൺ രാജാവ് ജെറുസലേമിനെ ആക്രമിച്ചത് ഈ ദിവസമാണ്. നീ ധിക്കാരികളുടെ ഭവനത്തോട് ഒരു അന്യോപദേശം പറയുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഒരു കലമെടുത്ത് അതിൽ വെള്ളമൊഴിക്കുക. എന്നിട്ട് മാംസകഷ്ണങ്ങൾ, തുടയുടെയും കൈക്കുറകിൻ്റെയും നല്ല കഷ്ണങ്ങൾ ഇടുക. നല്ല എല്ലുകൊണ്ട് അത് നിറയ്ക്കുക. ആട്ടിൻകൂട്ടത്തിൽ ഏറ്റവും മികച്ചതിനെ വേണം എടുക്കാൻ. അതിന് കീഴിൽ വിറകടുക്കി നല്ലതുപോലെ വേവിക്കുക. എല്ലിൻ കഷ്ണങ്ങളും അതിൽ കിടന്ന് തിളയ്ക്കട്ടെ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, രക്തപങ്കിലമായ നഗരമേ, തുരുമ്പ് പിടിച്ച പാത്രമേ, തുരുമ്പ് വിട്ടുപോകാത്ത പാത്രമേ, നിനക്ക് ദുരിതം. പ്രത്യേകം തിരഞ്ഞെടുക്കാതെ കഷ്ണം കഷ്ണമായി അതിൽ നിന്ന് കോരിയെടുക്കുക. അവൾ ചൊരിഞ്ഞ രക്തം അവളുടെ മധ്യത്തിൽ തന്നെയുണ്ട്. അവളത് വെറും പാറമേലാണ് ഒഴുക്കിയത്. മണ്ണുകൊണ്ട് മൂടത്തക്ക വിധം അവളത് നിലത്തൊഴിച്ചില്ല. എൻ്റെ ക്രോധമുണർത്തി പ്രതികാരം ചെയ്യാൻ വേണ്ടി അവൾ ചൊരിഞ്ഞ രക്തം മറയ്ക്കാതെ പാറയുടെ മുകളിൽ ഞാൻ നിർത്തി. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, രക്തപങ്കിലമായ നഗരത്തിന് ദുരിതം. വിറകൂമ്പാരം ഞാൻ വലുതാക്കും. വിറക് കൂട്ടി നീ തീ കൊളുത്തുക. മാംസം നന്നായി വേവിക്കുകയും ചാറ് വറ്റിക്കുകയും ചെയ്യുക. എല്ലിൻ കഷ്ണങ്ങൾ കരിയട്ടെ. പാത്രം ശൂന്യമാക്കി തീക്കനലിന്മേൽ വയ്ക്കുക. അങ്ങനെ അതിൻ്റെ ചെമ്പ് ചുട്ടുപഴുത്ത് അതിലെ കറ ഉരുകിപ്പോവുകയും ക്ലാവ് നശിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രയത്നം വിഫലമാണ്. അതിലെ കട്ടിയേറിയ ക്ലാവ് അഗ്നി കൊണ്ട് മാറുന്നതല്ല. നിന്റെ നിന്ദ്യമായ ഭോഗാസക്തിയാണ് അതിലെ കട്ടിയേറിയ ക്ലാവ്. ഞാൻ നിന്നെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചിട്ടും നിന്റെ മലിനതകളിൽ നിന്ന് നീ ശുദ്ധയായില്ല. എൻ്റെ ക്രോധം നിന്റെ മേൽ പ്രയോഗിച്ചു തുടങ്ങുന്നതുവരെ ഇനി നീ ശുദ്ധയാവുകയില്ല. കർത്താവായ ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നു. ഇത് പൂർത്തിയാകും. ഞാനത് നിറവേറ്റുക തന്നെ ചെയ്യും. ഞാൻ പിന്മാറുകയോ മാപ്പ് നൽകുകയോ മനസ്സ് മാറ്റുകയോ ഇല്ല. നിന്റെ മാർഗങ്ങൾക്കും പ്രവൃത്തികൾക്കും അനുസരിച്ച് ഞാൻ നിന്നെ വിധിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഭാര്യയുടെ മരണം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, നിന്റെ കണ്ണുകളുടെ ആനന്ദഭാജനത്തെ ഞാൻ ഒറ്റയടിക്ക് നിന്നിൽ നിന്ന് നീക്കിക്കളയാൻ പോകുന്നു.
എങ്കിലും നീ കരയുകയോ പ്രലപിക്കുകയോ അരുത്. നിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകരുത്. നെടുവീർപ്പിടാം, എന്നാൽ ഉച്ചത്തിലാവരുത്. മരിച്ചവരെ ഓർത്ത് നീ വിലപിക്കരുത്. നീ തലപ്പാവ് കെട്ടുകയും പാദുകങ്ങൾ അണിയുകയും ചെയ്യുക. നീ അതരം മറയ്ക്കരുത്. വിലാപഭോജ്യം ഭക്ഷിക്കുകയും അരുത്. പ്രഭാതത്തിൽ ഞാനിങ്ങനെ ജനത്തോട് സംസാരിച്ചു. സായങ്കാലത്ത് എൻ്റെ ഭാര്യ അന്തരിച്ചു. എന്നോട് കൽപ്പിച്ചിരുന്നത് പോലെ ഞാൻ അടുത്ത പ്രഭാതത്തിൽ പ്രവർത്തിച്ചു. ജനം എന്നോട് ചോദിച്ചു, നീ ചെയ്യുന്നതിൻ്റെ അർത്ഥമെന്തെന്ന് ഞങ്ങളോട് പറയുകയില്ലേ? ഞാൻ പറഞ്ഞു, കർത്താവ് എന്നോട് അരുളി ചെയ്തു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക. നിങ്ങളുടെ ശക്തിയുടെ അഭിമാനവും കണ്ണുകൾക്ക് ആനന്ദ വിഷയവും ഹൃദയത്തിൻ്റെ അഭിലാഷവുമായ എൻ്റെ വിശുദ്ധ സ്ഥലം ഞാൻ അശുദ്ധമാക്കും. നീ വിട്ടുപോകുന്ന പുത്രന്മാരും പുത്രിമാരും വാളിനിരയാകും. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും വന്ന് ചെയ്യും. നിങ്ങൾ അതരം മറക്കുകയോ വിലാപഭോജ്യം ഭക്ഷിക്കുകയോ ഇല്ല. നിങ്ങളുടെ തലയിൽ തലപ്പാവും കാലുകളിൽ പാതകങ്ങളും ഉണ്ടാകും. നിങ്ങൾ കരയുകയോ പ്രലപിക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങളിൽ തന്നെ ക്ഷയിച്ചു പോകും. ഓരോരുത്തരും അപരനെ നോക്കി ഞെരുങ്ങും. ഇങ്ങനെ ഹിസ്കിയേൽ നിങ്ങൾക്കൊരടയാളമായിരിക്കും. അവൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യും. ഇവ സംഭവിക്കുമ്പോൾ ഞാനാണ് ദൈവമായ കർത്താവെന്ന് നിങ്ങളറിയും. മനുഷ്യപുത്ര, ഞാൻ അവരിൽ നിന്ന് അവരുടെ ദുർഗവും ആനന്ദവും മഹത്വവും കണ്ണുകൾക്ക് ആനന്ദ വിഷയവും ഹൃദയങ്ങളുടെ അഭിലാഷവും ആയതിനെയും അവരുടെ പുത്രിപുത്രന്മാരെയും എടുക്കുന്ന ദിവസം ഒരു അഭയാർത്ഥി വന്ന് ഈ വാർത്ത നിന്നെ അറിയിക്കും. അവനോട് അന്ന് നീ വായി തുറന്ന് സംസാരിക്കും. അപ്പോൾ മുതൽ നീ ഊമനായിരിക്കുകയില്ല. അങ്ങനെ നീ അവർക്ക് അടയാളമായിരിക്കും. ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. സുഭാഷിതങ്ങൾ അധ്യായം 13, 21 മുതൽ 25 വരെ വാക്യങ്ങൾ. പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു. നീതിമാന്മാർക്ക് ഐശ്വര്യം പ്രതിഫലമായി ലഭിക്കുന്നു. ഉത്തമനായ മനുഷ്യൻ തൻ്റെ അവകാശം തലമുറകളിലേക്ക് കൈമാറുന്നു. പാപിയുടെ സമ്പത്ത് നീതിമാന്മാർക്കായി സംഭരിക്കപ്പെട്ടതാണ്. ദരിദ്രരുടെ കയ്യിൽ തരിശു നിലം ധാരാളം ആഹാരം ഉൽപ്പാദിപ്പിക്കുമായിരുന്നു. എന്നാൽ നീതികെട്ടവൻ അത് കൈക്കലാക്കി തരിച്ചിടുന്നു. മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു. സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗരൂകത കാട്ടുന്നു. നീതിമാന് വിശപ്പടക്കാൻ വേണ്ടത്ര വകയുണ്ട്. ദുഷ്ടന് പട്ടിണി കിടക്കേണ്ടി വരും.